ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തബൂക്കിൽ നിന്ന് 260 കിലോമീറ്റർ ദൂരെ മാറി അൽദീസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ മരുഭൂമിയിൽ കുറേ പാറക്കെട്ടുകൾ, അതായത് ചെങ്കുത്തായ പാറകൾ ഇങ്ങനെ വന്മതിൽ പോലെ നിൽക്കും. അതിന് നടുക്കൊരു ഫാം പോലെയൊക്കെ ഉണ്ട്, കുറച്ച് കൃഷികളൊക്കെ ചെയ്തുകൊണ്ടുള്ളൊരു സ്ഥലം. ഇച്ചിരി നനവൊക്കെയുള്ള സ്ഥലമാണ്. ആ പാറയുടെ ഇടുക്കിൽ നിന്ന് നല്ല ഉറവ്, നല്ല നീരുറവയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. മരുഭൂമിയിലൊക്കെ അങ്ങനെ ഒരു നീരുറവ് കാണുക എന്ന് പറയുന്നൊരു അത്ഭുതവും മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെയുള്ളൊരു കാര്യമാണ്. അപ്പം അത് കാണാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വലിയ പാറ, ആ പാറയുടെയൊക്കെ ചുവട്ടിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അത് ശരിക്കും വെള്ളം വീഴുന്ന സ്ഥലത്തേക്ക് വെള്ളം കണ്ടു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉറവിടം നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന് ചുറ്റുമായിട്ട് തീരെ റോഡ് പോലെ ഇവരിങ്ങനെ വണ്ടി പോയി വഴിയായതാണ്. അടുത്ത വർഷം വരുമ്പോൾ ഈ വഴിയായിരിക്കില്ല, വേറെ വഴി വണ്ടി വന്ന് വഴിയാവുന്നതാണ്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഓഫ് റോഡിൽ കൂടെ വരണം. ഇവിടെ നമുക്ക് സാധാരണ വണ്ടിയിൽ വരാൻ പറ്റത്തില്ല. വെള്ളം വീണ് മണലിലോട്ട് വെള്ളം നനഞ്ഞ് കിടക്കുന്നുണ്ട്. സാധാരണ വണ്ടികളൊക്കെ മണ്ണിൽ പൊതിഞ്ഞു. 4 വീലർ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ കൊണ്ടുപോകുന്ന ആൾക്കൊരു ഫാമൊക്കെ ഉണ്ട്. ആ ഫാമിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇവിടെ കാണാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വെള്ളം കാണാം. പാറയുടെ ഇടുക്കിൽ കൂടി വെള്ളം വരുന്നത് നമുക്ക് കാണാം. ഈ സൈഡിലൊക്കെ നല്ല പച്ചപ്പ്, പുല്ലൊന്നും അല്ലത്. ഒന്നുകിൽ അത് താളടി അല്ലെങ്കിൽ ഞാങ്ങണ, ഇത് രണ്ടിലേതോ ഒന്നാണ്. ഈ നനവൊക്കെയുള്ള സ്ഥലത്ത് മരുഭൂമിയിലൊക്കെ വളരുന്നൊരു ചെടിയാണ്. അത് നിറയെ ചുറ്റിനും നിറയെ ഉണ്ട്. അവിടെ അരളിച്ചെടിയും ഈന്തപ്പനയും ആരകവും എല്ലാം ഉണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇച്ചിരി പച്ചപ്പുള്ളൊരു സ്ഥലം. മരുഭൂമിയിൽ അങ്ങനെയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ വലിയ അതിശയമാണ്. അവരിവിടെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെള്ള സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ സ്ട്രോബെറി ഫാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ കൃഷികളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളത് കൊണ്ടായിരിക്കാം. എത്താറായും തോന്നുന്നു. വേറെ ഒത്തിരി ആൾക്കാർ അവിടെ ഇതിങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആടുകളും ഒട്ടകങ്ങളും ഒക്കെ അവിടെ വന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഈന്തപ്പനയൊക്കെ ചുമ്മാ കഴിച്ച് കിടക്കും അവിടെ. നീരുറവ് എത്താറായിട്ടുണ്ട്. നീരുറവ് എത്തി. വെള്ളം ഇങ്ങനെ അവിടെ പാറയുടെ ചുവട്ടിലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർന്ന് ഇങ്ങനെ ഉറവ് ഇങ്ങനെ കനച്ച് പാറയിലും അടിവശം മൊത്തം ഉണ്ട്. അങ്ങ് തൊട്ടിങ്ങ് വരെ ഉണ്ട് കാണാൻ. വെള്ളം വരുന്നുണ്ടോ? ഒരു തവള ഇരിക്കുന്നു. വെള്ളം വരുന്നുണ്ടോ? ഇതിൻ്റെ മുകളിലായിട്ടൊരു കുഴി പോലെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ താഴെ ഭിത്തിയിൽ നിന്ന് ഇങ്ങനെ ചേർന്ന് വെള്ളം ഒഴുകാതെ ഇവർക്ക് കുപ്പിയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൈപ്പ് അവിടെ വെച്ച് കൊടുത്തിരിക്കും. അപ്പം വെള്ളം നീങ്ങി വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ആ വെള്ളം അവർ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുടിച്ചില്ല. അവിടെ തവളയൊക്കെ കണ്ടതുകൊണ്ട് വാൽമാക്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെള്ളം കുടിച്ചില്ല. മുഖമൊക്കെ കഴുകി. നല്ല തണുത്ത വെള്ളമായിരുന്നു. പാറയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ, നല്ല തണുത്ത വെള്ളം. ആ ഭിത്തിയിലെല്ലാം അങ്ങനെ വെള്ളം അങ്ങോട്ടിങ്ങ് വരെയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫോഴ്സിൽ ഫുൾ ടൈം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അങ്ങ് വരെയും വെള്ളം കിടക്കും. നമ്മൾ വരുന്ന വഴിക്കൊക്കെ വെള്ളം കിടക്കുന്ന കണ്ടത്. ഞങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇച്ചിരി കളിച്ച് കുറച്ച് നേരം നിന്ന് കണ്ടു. ഭയങ്കര വെയിലാണ് പുറത്ത്. അതിനകത്തോട്ട് നിൽക്കുമ്പോൾ നല്ല തണലും തണുപ്പും. വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് വരുന്നെന്ന് പറയുകയാണ്.
ഈ വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ കണ്ടോ എന്നാ വലിയ പാറയും, പാറ ചുറ്റോട് ചുറ്റും വലിയ മന്മതിൽ പോലെ വലിയ ചെങ്കുത്തായ പാറകൾ. അതിൻ്റെ താഴെയാണ് ഉയരത്തിൽ പാറ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളം ഉള്ളത് കൊണ്ട് ഇവിടെ കിളികളെയൊക്കെ ഒത്തിരിയും കാണാൻ പറ്റും. എല്ലാവരും ആ പൈപ്പ് ഇങ്ങനെ നേരെ വെച്ചിരിക്കുന്ന അവിടെ നിന്ന് എല്ലാവരും മുഖമൊക്കെ കഴുകി പോകുന്നു. നല്ല തണുത്ത ഫ്രിഡ്ജിലിരിക്കുന്ന പോലെ നല്ല തണുത്ത വെള്ളമാണ് വരുന്നത്. അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കണ്ടോ. അത് ക്ലീൻ ആക്കിയിട്ട് വേണമെങ്കിൽ നല്ല വെള്ളം. അതാണ്ട് തവളയെ അവർ എറിഞ്ഞിട്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ എന്നാ ചൂടാണ് നോക്കി. കണ്ണിലോട്ട് പ്രകാശം അടിക്കുന്നത്. ഭയങ്കര ചൂടാണ്. ആ സമയത്ത് ഇത്രയും വെള്ളം അവിടെ ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ വരുന്നത്. വെള്ളം ചാടുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഞങ്ങൾ ഇങ്ങനെയൊരു കാഴ്ച കണ്ടു. ഇനി ഒരു വിൻ്റർ സീസണിലൊന്ന് പോയി കാണണം. ഇതിനേക്കാളും വെള്ളം ഉണ്ടാകും കാണാൻ ഒത്തിരി കൂടെ നല്ലത്. ഇത്രയായാലും വെള്ളം എന്നൊക്കെ പറയുന്നത് വെള്ളം തോടുക നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ ഒരു മനസ്സിനൊരു സന്തോഷവും. എനിക്ക് വെള്ളം പുഴ എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കരമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.